ഞാൻ അറിഞ്ഞിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് നിയമസഭയുടെ മീറ്റിങ്ങിനായിട്ട് വന്നതായിരുന്നു. അപ്പോഴാണ് എൻ്റെ PA വിളിച്ചു പറഞ്ഞത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. അപ്പോൾ PA ഉൾപ്പെടെയുള്ള ഒരു ആശുപത്രി പോയി, മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് HM എല്ലാവരും കൂടെ ആശുപത്രി പോയി. പക്ഷെ നമുക്ക് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ദൗർഭാഗ്യകരമായ സംഭവമായി പോയത്. ഈ സ്കൂൾ മാനേജ്മെന്റ് സ്കൂളാണോ, എയ്ഡഡ് സ്കൂളാണോ? എയ്ഡഡ് സ്കൂളാ. CPM-ന്റെ നേതൃത്വത്തിലുള്ള ഒരു സ്കൂളാണ് തേവലക്കര. ഞാൻ പഠിച്ച ഉൾപ്പെടെ ഉള്ള ഒരു സ്കൂളാണ്. എന്റെ വീടിന്റെ തൊട്ടടുത്ത സ്കൂളാണ് തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ. ചെരുപ്പ് എടുക്കണമെന്നും പറഞ്ഞങ്ങാണ്ട് ആ കയറിയെന്ന് പറയുന്നു. കൂട്ടുകാർ കണ്ടു കാണുമായിരിക്കും, പക്ഷെ അധ്യാപകരും മറ്റുള്ളവരും ആരും അത് ശ്രദ്ധിച്ചിരുന്നില്ല. അല്ല, അവിടെ ലീക്ക് വരാനുള്ള കാരണം എന്താണെന്നാണ് പറഞ്ഞത് കുഞ്ഞുമോൻ? കേട്ടില്ല. അതായത് ഷോക്ക് ഏൽക്കാനുള്ള കാരണം എന്താണ്? KCBയുടെ ലൈനോ മറ്റോ ഉണ്ടായിരുന്നു അവിടെ? KCBയുടെ ലൈൻ ഉണ്ടായിരുന്നു. അതിന്റെ ഈ കെട്ടിടത്തിന്റെ മുകളിൽ കൂടാണ് അത് ആ ലൈൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ ചെരുപ്പ് എടുത്തിട്ട് ഇറങ്ങിയപ്പോൾ അങ്ങോട്ട് ലൈൻ തട്ടിയതായിരിക്കും എന്നാണ് വിശ്വസിക്കാൻ കഴിയുന്നത്. ഞാൻ അവിടെ ഉള്ളവരുമായിട്ടെല്ലാം ബന്ധപ്പെട്ടു. തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിലും ബന്ധപ്പെട്ടു, പോലീസ് സ്റ്റേഷനിലെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട്. വലിയ വിഷമത്തോടു കൂടിയാണ് ഞാൻ ആ സംഭവം ഇപ്പോൾ അറിഞ്ഞത്. എന്തായാലും ദുഃഖിതരായ കുടുംബത്തോടൊപ്പം ഞാനും പങ്കുചേർന്നു. ഉടൻ തന്നെ അടിയന്തര നടപടി സ്വീകരിക്കും. സർക്കാരിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി സഹായം ആ കുടുംബത്തിന് എത്തിച്ചു കൊടുക്കും. ശ്രീ കോർകുഞ്ഞുമോൻ, ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് ഏതാണ്? സ്കൂൾ മാനേജ്മെന്റ് അവിടെ മാനേജർ തുളസീധരൻ പിള്ള എന്ന് പറയുന്ന ആളാണ് അതിന്റെ മാനേജർ. 11 പേരടങ്ങുന്ന കമ്മിറ്റിയാണ്. നല്ല നിലയിൽ പോകുന്ന ഒരു സ്കൂളായിരുന്നു. നല്ല ഇപ്പൊ തന്നെ 100% വിജയമൊക്കെ ഉള്ള സ്കൂളായിരുന്നു. അതായത് ഈ മേൽക്കൂരയിൽ കയറുമ്പോൾ ഈ ലൈനിൽ തട്ടിയതാണെന്നാണോ കിട്ടുന്ന വിവരം? ഏതോ കേട്ടില്ല. അതായത് മേൽക്കൂരയ്ക്ക് മുകളിൽ കയറിയപ്പോൾ ഇലക്ട്രിക് ലൈനിൽ തട്ടിയതാണ് എന്നാണോ കിട്ടുന്ന വിവരം? തട്ടിയതാണ്. ആ കുട്ടി ശ്രദ്ധിച്ചു കാണത്തില്ല എന്നാണ് എനിക്ക് വിശ്വസിക്കാൻ കഴിയത്ത്. ശ്രദ്ധിച്ചു കാണത്തില്ല. നന്ദി ശ്രീ പറഞ്ഞ കയറിയെന്ന്. ചെരുപ്പ് എങ്ങനെ പോയെന്നുള്ള അത് എന്തായാലും ഒരു സമഗ്രമായ അന്വേഷണം നടത്തും അക്കാര്യത്തിൽ.